കാര്യമായിട്ട് എന്തൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. എന്താ ചേച്ചി വരാൻ വൈകിയേ? ആ, ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങി നേരം വൈകിയത് അറിഞ്ഞില്ല. പിന്നതെ പിള്ളേരുടെ കാര്യം അറിയാലോ. ശിവനാണെങ്കി പിന്നെ അവരുടെ കൂടെ തുള്ളാനും. ഒന്നിച്ചിടയ്ക്കല്ലേ പുറത്തു പോകുന്നത്, അതിന്റെ സന്തോഷം മക്കൾക്ക്. ആ, ഇനിയിപ്പോ നാളെ രാവിലെ ടൂർ പോവാലോ. കാര്യമായിട്ട് എന്തൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. ആ, റാണിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ദേ ഒരു ചുരിദാറാ. ആ, കൊള്ളാലോ. താങ്ക് യു ചേച്ചി. ഞങ്ങളൊരിടത്ത് പോകാൻ നിൽക്കുക, അത് പറയാനാ നിന്നത്. എങ്ങോട്ട്? ഞങ്ങൾക്കൊരു മരണമുണ്ട് മോളെ. എന്റെ നാട്ടിലാ. നാളെ പുലർച്ചെ അവിടെ എത്തണം. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വരൂ. അതൊന്ന് പറഞ്ഞിട്ട് പോവാനാ ഞങ്ങള് വെയിറ്റ് ചെയ്തത്. മക്കളെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ടാറ്റ. നിങ്ങൾ വാ. വാസത്തെ. ആ ശാലിനി, കൃത്യം 4 മണിക്ക് ഞാൻ അലാറം വെച്ച് എഴുന്നേക്കുവേ. വിളിക്കുമ്പോഴേ എഴുന്നേക്കണേ. ആ, ഞാൻ എഴുന്നേക്കാം. ശിവ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന എന്ത് ബന്ധമാ ഉള്ളത്? എന്നെയും കുട്ടികളെയും എന്തിനാ ഇങ്ങനെ സഹായിക്കുന്നത്?